ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് ഡെക്കറേഷൻ വീഡിയോ അല്ലെങ്കിൽ കേക്ക് റെസിപ്പീസ് വീഡിയോ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഹാമ്പർ സെറ്റിങ്സ് വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് തലേ ദിവസം കൊടുക്കാനുണ്ടായിരുന്ന കേക്കാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1 kg മാംഗോ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ വേറൊരു സംഭവം ഞാൻ ഇതിലേക്ക് പേര് എഴുതാൻ വേണ്ടിയിട്ട് ഫോണ്ടൻ്റ് എടുത്തപ്പോഴാണ് നമ്മൾ 3 ദിവസം മുന്നേ ഒരു വെഡ്ഡിങ് കേക്കുമ്പോൾ ഒരു ഫോണ്ടൻ്റ് ഞാൻ വെയിലത്ത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവർ, ആ ഒരു ഫ്ലവർ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ബാക്കി വന്നത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് എടുത്ത് നോക്കുമ്പം അത് അതേപടി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന്. ഞാൻ ഒരു ബോക്സിൽ പേൾസ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് അപ്പോൾ 3 ഫ്ലവർ ബാക്കി വന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു കേടും പറ്റിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് CMC എല്ലാം ചേർത്ത് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് തിരിച്ചെടുത്തതായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ, ഇപ്പോഴും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനൊരു കേടും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിരുന്നു ഡൗട്ട്, ഇങ്ങനെ വെയിലത്തൊക്കെ വെച്ച് ഫോണ്ടിന് ഉണക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾക്ക് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സും അതുപോലെ തന്നെ സ്വീറ്റ്സും നട്ട്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ അവരെന്നെ വാങ്ങി തന്നിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ബാക്കി വരുന്ന ഫ്ലവേഴ്സ് അതുപോലെ തന്നെ നെറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കൊണ്ടുവന്ന പാട് ഞാനിത് ഇതുപോലെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവർ 6 ബോക്സാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്വീറ്റ്സ് എല്ലാം ബാക്കി കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവർ എനിക്ക് 2 ബോക്സും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കസ്റ്റമറും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, നമ്മളോട് തന്നെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കും പറയുക. അപ്പോൾ ബഡ്ജറ്റ് അവർ പറയും ഇത്ര എമൗണ്ടിൻ്റെ ഉള്ളിൽ ചെയ്ത് തരണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ അവർ നമ്മൾക്ക് സാധനങ്ങൾ ഇവിടെ എത്തിച്ച് തന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ അവർ വാങ്ങി തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ ഏതെല്ലാം ബോക്സിൽ ഏതെല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ദിവസം മുന്നെങ്കിലും അതൊന്ന് തീരുമാനം എടുത്തിട്ട് ഏതിലേക്കൊക്കെ വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എല്ലാ ചോക്ലേറ്റ്സൊക്കെ പുറത്തെടുത്തിട്ട് ഏതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആദ്യം ഡെമോ പോലെ നമുക്ക് ബോക്സിൽ റെഡിയാക്കി വെച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ സ്റ്റിക്ക് ചെയ്യാനുള്ളതൊക്കെ സ്റ്റിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതാ നട്ട്സിൻ്റെ ബോക്സുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് ബോക്സ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നട്ട്സ് വെക്കാൻ, ഒന്നിൽ ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനെ വെക്കാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അതേ ബോക്സിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് ബ്ലൂ കളറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ബ്ലൂ കളർ നെറ്റാണ് കേട്ടോ ഇതിലേക്ക് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് പെരുമ്പടപ്പിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ്, പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള കേട്ടോ. 1 മാസമായിട്ടുള്ളൂ ഇവിടെ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഞാൻ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ആ ഒരു ബ്ലൂ കളർ നെറ്റ് ചോദിച്ചപ്പോൾ നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ചങ്ങരകുളം ഷോപ്പുണ്ട്, അവിടുന്ന് ഉച്ചയാകുമ്പോഴേക്കും വരുത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് കാര്യങ്ങൾ നമുക്ക് വേണ്ട എല്ലാ ഗിഫ്റ്റിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ ടോപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കസ്റ്റമർ ആദ്യമേ കൊണ്ടുവന്ന് തന്നുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ തന്നെ ഞാൻ 3 ദിവസം എടുത്തിട്ടുണ്ടോ. കാരണം ഇവിടെ നിന്ന് നെറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഷോപ്പിലൊക്കെ അന്വേഷിച്ച് നോക്കി. പക്ഷേ അവിടെ ഒന്നും ഈ ഒരു ടൈപ്പ് നെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരെന്നെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ തന്നെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിതാ ജസ്റ്റ് ഇതുപോലെ എല്ലാ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതാദ്യം ഞാൻ സ്റ്റിക്കൊന്നും ചെയ്തിട്ടില്ല. സ്റ്റിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഇത് പോവാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇതിലിങ്ങനെ ഫില്ല് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഞാനത് തിരിച്ച് റിട്ടേൺ എടുത്തിട്ടുണ്ട്. ആ ബോക്സിലല്ല കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ചോക്ലേറ്റ് ബൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് എല്ലാ ചോക്ലേറ്റിൻ്റെ ബാക്കിലും ഇതുപോലെ സ്ക്യൂവർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തെർമോക്കോളിൽ ഇതുപോലെ ഫിക്സ് ചെയ്യണം കേട്ടോ. പക്ഷേ ഞാനിത് 3 ലെയറായിട്ടാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതിലത്തെ ഒരു ലെയർ മാറ്റിയിട്ടാണ് പിന്നെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിൻഡോസിൽ നിന്നാണ് ഈ ഒരു ബൊക്കേൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു ബൊക്കെ ചെയ്തെടുക്കാനായിട്ട് 2 മണിക്കൂറിൻ്റെ മുകളിലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചധികം പണിയുണ്ട്, ടൈം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫ്ലവേഴ്സൊക്കെ പിന്നെ മാറ്റിയിട്ട് വേറെ വൈറ്റ് ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റാപ്പ് ചെയ്യാതെ ചെയ്യുന്ന ചോക്ലേറ്റുകളൊക്കെ ഇളകി പോവാതിരിക്കാൻ ഇത് ഞാൻ മുകളിൽ വേറെ ഒന്നും ചെയ്യണില്ല. നമ്മൾ ആ ഫ്ലവേഴ്സൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ. അപ്പം എന്താ പറയുക, താഴെ ഡബിൾ ടാപ്പ് കൊടുക്കണം കേട്ടോ ചോക്ലേറ്റിന്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇളകി പോവും. കുറച്ചധികം സമയവും നല്ല ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഫ്ലവേഴ്സ് എല്ലാം വെക്കുമ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഒരേപോലെ ലൈനായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ഞാൻ
ചോക്ലേറ്റ്സ് വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കാർഡ്ബോർഡ് പോലത്തെ പീസുകൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം 2 മണിക്കൂറിന് മുകളിൽ എടുത്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ട്. ഇതിൽ ആ സിൽവർ കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് എല്ലാം ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് കാരണം എല്ലാത്തിൻ്റെയും താഴെ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുവിലായിട്ട് അതിൻ്റെ ഉള്ളിലും ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. എന്നിട്ട് മേലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ അടിയിൽ താഴെയൊക്കെ ചോക്ലേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് ആ റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡൻ ആ ചോക്ലേറ്റ് വെച്ചിട്ടും കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് മാത്രമേ വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡബിൾ ടാപ്പ് കൊടുത്താലേ നമുക്കത് ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ക്ലിംഗ് റാപ്പ് ചെയ്യുമ്പോഴേക്കും അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു ബോക്സിൽ താഴെ ഫുള്ളായിട്ട് തന്നെ ചെറിയ ചോക്ലേറ്റ്സ് വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇനി നമ്മൾ ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഫെറാറോ റോഷർ അതുപോലെ തന്നെ റാഫെല്ലോ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു കള്ളി ബോക്സുകൾ നട്ട്സിനായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം തലേ ദിവസം നമ്മൾക്ക് കാലത്താണ് ഇത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഉറുമ്പൊക്കെ വരും, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ നട്ട്സൊക്കെ തണുത്ത് പോകും. അപ്പോൾ ഇത് നന്നായിട്ട് പിന്നെ ഉറുമ്പ് വരാത്ത രീതിയിൽ വേണം കേട്ടോ ഇത് നന്നായിട്ട് പാക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ കളിയിൽ ഇതിങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ബദാമൊക്കെ ബാക്കി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് കസ്റ്റമറിന് തന്നെ ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ്സും ബദാമെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പല ഷേപ്പിലുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ലിംഗ് റാപ്പ് ചെയ്യുന്ന ടൈമിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ടാവും കേട്ടോ. കാരണം ഓരോ സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഡബിൾ ടാപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ പോലെ കുറച്ചധികം ക്ഷമയും അതുപോലെ തന്നെ നല്ല സമയവും വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. കാണുമ്പോൾ സിമ്പിളായിരിക്കും എങ്കിൽ കൂടി നമ്മൾ കുറച്ചധികം ക്ഷമയോടും സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഹാമ്പറൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ തലേ ദിവസം നൈറ്റാണ് കേട്ടോ അവരിതിൽ ഡ്രസ്സും നമുക്ക് ഖുറാൻ വെക്കാനുള്ള ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖുറാൻ വെക്കാനുള്ള ആ ബോക്സ് എന്താ പറയുക അതിൻ്റെ ഡോറെല്ലാം ഡാമേജ് ആയിരുന്നു കേട്ടോ. അതിങ്ങനെ തുറന്ന് പുറത്തേക്ക് വരണുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു മുള്ളാണി വെച്ചിട്ടാണ് കേട്ടോ അത് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് ഫിക്സ് ആക്കിയതിൻ്റെ ശേഷം പിന്നെ ആ ഒരു ഇത് കാണാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ 2 ഫ്ലവർ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെങ്ങനെ നമ്മൾ ചാർജ് ഈടാക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കസ്റ്റമറാണ് നമ്മൾക്ക് ആ ബോക്സും സ്വീറ്റ്സും കൊണ്ടു വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമ്മൾ റൈറ്റ് ഇടുക. അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ ഹാർഡ് വർക്ക് നമ്മൾ എത്ര ഡേയ്സ് വെച്ചിട്ട് ഓരോ ബോക്സും 2-3 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്കിനനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് ഇടാവുന്നതാണ്. ഞാനൊരു ഫിക്സ്ഡ് റൈറ്റ് പറയാത്തത് പല സ്ഥലത്തും പല റൈറ്റാണ് കേട്ടോ. ഓരോ ബോക്സിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർ റൈറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാമ്പർ സെറ്റ് ചെയ്തത് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇതുപോലെ കേക്ക് ഹാമ്പേഴ്സൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.